കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറേക്ക് ചേരുകയാണ്. വസന്ത്, ഈ വയനാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഇതാദ്യമായല്ല ഈ DCC നേതൃത്വം പ്രതിപട്ടികയിൽ അകപ്പെടുന്നത്. ഈ സഹകരണ കൊള്ളയുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യമായല്ല വയനാട് DCC വാർത്തകളിൽ നിറയുന്നത്. ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ മുൻ DCC പ്രസിഡന്റ്, ഇപ്പോൾ MLA IC ബാലകൃഷ്ണനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടാത്തത്? നീലിമ, നോക്കൂ, എന്ത് ഗുരുതരമായ ആരോപണമാണ് IC ബാലകൃഷ്ണനെതിരെ ഉള്ളത്. ഒന്നാമതായി, ഞങ്ങളുടെ പാർട്ടി 2019 ആ ബാങ്ക് ഭരിക്കുമ്പോ, അർബൻ കോർപ്പറേറ്റീവ് ബാങ്ക് ഭരിക്കുമ്പോ വസന്തേ കാര്യം അറിയാത്തതുപോലെ സംസാരിക്കരുത് പ്ലീസ്. അല്ല ഞാൻ നീലിമ, സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലോ പൂതാടി മടക്കിമല എന്നിവിടങ്ങളിലെ സർവീസ് ബാങ്കിലോ ആദ്യം വരുന്ന ഒഴിവിൽ നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൈസ വാങ്ങുകയാണ് IC ബാലകൃഷ്ണന്റെ പേരിൽ. അത്തരത്തിലുള്ള ഒരു ഉടമ്പടി, കരാർ രേഖ പുറത്തു വരുന്നു. KPCCക്ക് ഈ മുൻ DCC സെക്രട്ടറി, DCC ട്രഷറർ അയച്ച കത്ത് പുറത്തു വരികയാണ്. ഇത് ഗുരുതരമായ ആരോപണമല്ലേ? അല്ല നീലിമ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നോക്കൂ, ഈ അർബൻ കോർപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട് 2019 ചില അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ ഉയർന്നു വരുമ്പോൾ ശ്രീ IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിരുന്ന അന്നത്തെ വയനാട് DCC ഈ വിഷയം KPCCക്ക് റെഫർ ചെയ്തു. KPCCക്ക് റെഫർ ചെയ്യുകയും KPCC ജനറൽ സെക്രട്ടറിയും DCC വൈസ് പ്രസിഡന്റും DCC സെക്രട്ടറിയും അടങ്ങുന്ന 3 അംഗ കമ്മിറ്റിയെ 2019 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ചു. അവർ അന്വേഷണം നടത്തി, അവർ സിറ്റിംഗ് നടത്തി. ആ സിറ്റിംഗിൽ ഒരിടത്തും ഈ മരണപ്പെട്ട DCC ട്രഷററോ അദ്ദേഹത്തിന്റെ മകനോ മറ്റാരും യാതൊരുവിധ മൊഴിയും നൽകിയിട്ടില്ല. DCCയുടെ ഒരു മിനിറ്റ്സിലും അദ്ദേഹത്തിന്റെ പരാതിയുമില്ല. അതാണ് നിൽക്കട്ടെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളുടെ ചില പ്രവർത്തകർ, ആ ബാങ്കിന്റെ ബോർഡംഗങ്ങളായ ചില പ്രവർത്തകർ അഴിമതി നടത്തി എന്ന് തെളിയിക്കപ്പെട്ടു. ഞങ്ങൾക്ക് വ്യക്തമായി. അങ്ങനെ വ്യക്തമായപ്പോ ആ ബാങ്കിന്റെ അന്നത്തെ ചെയർമാൻ ഡോക്ടർ സണ്ണിയെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കി, ബാങ്ക് ഭരണസമിതിയിൽ നിന്ന് വെളിയിൽ പോകണമെന്ന് നിർദ്ദേശിച്ചു. രണ്ടാമത് ശ്രീ വിശ്വനാഥനോടും പറഞ്ഞു, നിങ്ങൾ ഈ പാർട്ടി വിട്ടുപോകണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഈ വിശ്വനാഥൻ ആരാണെന്ന് നീലിമയ്ക്ക് അറിയാമോ? 2021 കോൺഗ്രസ് വിട്ട് IC ബാലകൃഷ്ണനെതിരെ മത്സരിച്ചിട്ടുമുണ്ട്. പറയട്ടെ, അതാണ് 2021 ഞങ്ങൾ വെളിയിലാക്കിയ, ഇതേ ബാങ്കിൽ അഴിമതി ഉണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ വെളിയിലാക്കിയ, പോലീസിനോട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ട, DYFIയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടന്ന അതേ ആ വിശ്വനാഥൻ ഒരാഴ്ചക്കുള്ളിൽ CPM ആയി മാറി. അങ്ങനെ CPM ആയി മാറിയപ്പോൾ അന്നത്തെ DYFIയുടെ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ സമ്മേളനത്തിലും DYFIയുടെ വേദികളിലും ഇദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. നമ്മൾ ഈ അഴിമതിക്കാരെ ചുമക്കണ്ട എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ആ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിനെ വെളിയിലാക്കി CPM. അങ്ങനെ വെളിയിലാക്കിയെന്ന് മാത്രമല്ല, ആർക്കെതിരെയാണോ CPM സമരം ചെയ്തത്, ഏത് അഴിമതിക്കെതിരെയാണോ CPM സമരം ചെയ്തത്, ആ അഴിമതിക്കാരനെ കോൺഗ്രസ് വെളിയിലാക്കിയപ്പോ ഞങ്ങൾ വെളിയിലേക്ക് എടുത്തെറിഞ്ഞ മാലിന്യത്തെ കൊണ്ടുപോയി നിയമസഭയിൽ മത്സരിപ്പിച്ചു IC ബാലകൃഷ്ണനെതിരെ. അപ്പൊ എന്ത് ധാർമ്മികതയാണ് ഇവർക്കിപ്പോൾ ഇത് പറയാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. 2, അത് ഞങ്ങളുടെ ഡിഫൻസ് അല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിജയേട്ടനാണ്. കഴിഞ്ഞ ദിവസം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം മരണപ്പെടുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ PP ദിവ്യയുടെ കേസിലെ പോലെ AKG സെന്ററിന്റെ അടുക്കള പുറത്തു പോയി ഒളിവിലിരിപ്പില്ലല്ലോ IC ബാലകൃഷ്ണൻ. ഉണ്ടോ? IC ബാലകൃഷ്ണൻ ഇന്നലെയും ഇന്നും മാധ്യമങ്ങളെ കണ്ടു. ഇന്ന് വയനാട് SPക്ക് പരാതി നൽകി ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ വേണം. ഈ സർക്കാരിന് ആർജവും ഉണ്ടെങ്കിൽ, ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു പ്രതിപക്ഷ MLAക്കെതിരെ കിട്ടിയ കേസല്ലേ, ആർജവും ഉണ്ടെങ്കിൽ CBIക്ക് റെഫർ ചെയ്യട്ടെ, എന്നിട്ട് CBI കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ. ഞങ്ങളുടെ വിജയേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണ ഏജൻസി വരുന്നതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ നേതാവിനെതിരെ നടന്ന ഗൂഢാലോചനയും അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. നോക്കൂ നീലിമ, അപ്പൊ ചോദിക്കും, ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ലേ? അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, അങ്ങനെ ഒരു എഗ്രിമെന്റ് വെളിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ നീലിമ, ഞാൻ നീലിമയുടെ പേരിൽ നീലിമ നമുക്ക് ചില കാര്യങ്ങൾ സാധിച്ചു തരും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ബലദേവ് സച്ചിദാനന്ദനുമായി ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. അദ്ദേഹം ഒരു സീനിയർ അഭിഭാഷകനാണ്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ജൂനിയറാണ്. അദ്ദേഹം പറയട്ടെ, ശ്രീ ബലദേവ് സച്ചിദാനന്ദനോട് ഞാൻ പറയാണ്, നീലിമ ഇങ്ങനെ ഒരു കാര്യം സാധിച്ചു തരും, അതുകൊണ്ട് നമുക്കൊരു എഗ്രിമെന്റിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞ് ഏർപ്പെട്ടാൽ നീലിമ ലീഗലി ബൗണ്ടിങ് ആണോ? അങ്ങനെ ഒരു എഗ്രിമെന്റിൽ അല്ല.
ഏറ്റവും കുറഞ്ഞത് നീലിമയോട് വിളിച്ചന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഇതിലെ കൺസേൺഡ് പാർട്ടിയായ ബലദേവ് സച്ചിദാനന്ദനുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ പുറത്തു വന്നു എന്ന് പറയുന്ന എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് അതിലെ കൺസേൺഡ് പാർട്ടീസ് രണ്ടാളാണ്. ഒരാൾ മരണപ്പെട്ടു, വിജയേട്ടൻ. രണ്ടാമതുള്ള ആൾ പീറ്റർ, അദ്ദേഹം ഇന്ന് ആ എഗ്രിമെന്റിനെ ഓൺ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ മാധ്യമങ്ങൾ പോയി ചോദിച്ചല്ലോ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടോ എന്ന്. അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ കരാറില്ല, ഉടമ്പടി ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഉടമ്പടി ഉണ്ടായിക്കോട്ടെ, ഉടമ്പടി ഉണ്ടാകുന്നതിൽ എന്താ തെറ്റ്? ഉടമ്പടി ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്റെ പേര് നാളെ ഒരാള് ഞാൻ അറിയാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ അതിൽ ഞാൻ എങ്ങനെ ലീഗലി ബൗണ്ടിങ് ആവും? അതിൽ അങ്ങനെ ഒരു ചോദ്യമില്ലേ? ഇങ്ങനെ ലീഗലി ബൗണ്ടിങ് അല്ല എന്നൊക്കെ എപ്പോഴാണ് നിങ്ങൾ പറയുന്നത്? IC ബാലകൃഷ്ണനും അറിയാവുന്ന വിഷയമാണല്ലോ ഇതൊക്കെ. ഈ രേഖകൾ നിങ്ങളുടെ പാർട്ടി വൃത്തങ്ങളിൽ, പാർട്ടി ഓഫീസുകളിൽ കറങ്ങിത്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. KPCCക്ക് അയച്ച കത്ത്, അതുപോലെ ഈ ഉടമ്പടി, ഈ കരാർ രേഖയൊക്കെ പുറത്തു വന്നിട്ട് കുറേയധികം നാളുകളായല്ലോ. പക്ഷേ IC ബാലകൃഷ്ണൻ അത് ഡിസോൺ ചെയ്തില്ലല്ലോ, അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മരിച്ചതിന് ശേഷമല്ലേ, മരിച്ചതിന് ശേഷം മാത്രമല്ലേ ഇതിലെനിക്ക് പങ്കില്ല എന്ന് പറയുന്നത്? അതെവിടെ ന്യായം? നീലിമ, ഈ കത്ത് വെളിയിൽ വരുന്നത് ശ്രീ വിജയേട്ടന്റെ മരണത്തിന് ശേഷമാണ്, ഒരു സംശയം വേണ്ട. ഞങ്ങൾ അതിനുശേഷം ഞങ്ങളുടെ DCCയുടെ IC ബാലകൃഷ്ണൻ പ്രസിഡന്റായ സമയത്തെയും ഇപ്പോഴത്തെയും അതിനുശേഷമുള്ളതുമായി മിനിറ്റ്സ് പരിശോധിച്ചിട്ടുണ്ട്. ആ മിനിറ്റ്സിൽ ഒരിടത്ത് പോലും ഈ വിജയേട്ടൻ ഒരിക്കൽ പോലും ആരോപണം ഉന്നയിക്കപ്പെട്ടതായി കാണുന്നില്ല. എന്നാൽ മറ്റു ചില DCC ഭാരവാഹികൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഈ ബാങ്കിനെതിരെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് IC ബാലകൃഷ്ണനെതിരെ അല്ല, ഈ ബാങ്കിനെതിരാണ്. അങ്ങനെ ഉന്നയിക്കപ്പെട്ടതിന്റെ പുറത്താണ് ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെക്കുന്നത്, ഞങ്ങൾ കണ്ടെത്തുന്നത് അവിടെ ക്രമക്കേടുണ്ടെന്ന്, അങ്ങനെ ഞങ്ങൾ ചിലരെ പുറത്താക്കുന്നത്. ആ മാലിന്യങ്ങളെ CPM അതേപടി കോൺഗ്രസ് എന്തെങ്കിലും ശബ്ദിച്ചിട്ടാൽ അപ്പോഴേ അതെടുത്ത് നിവേദ്യമാണെന്ന് പറഞ്ഞ് കഴിക്കാനിരിക്കുന്ന രീതിയിലാണോ CPM നിലനിൽക്കുന്നത്? ആ CPM എടുക്കുന്നു, അവർ മത്സരിപ്പിക്കുന്നതിന് ശേഷമാണ്. പക്ഷേ ഒരിടത്ത് പോലും, ഞങ്ങളുടെ മിനിറ്റ്സിൽ ഒരിടത്ത് പോലും ശ്രീ വിജയേട്ടൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതായി കാണുന്നില്ല. ഈ അന്വേഷണ കമ്മീഷന് മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ചെറിയൊരു സംശയം ചോദിച്ചു കൊള്ളട്ടെ. ഒരു DCCയുടെ ട്രഷറർ ഒന്നും അറിയാതെ 1,18,00,000 രൂപ അങ്ങനെ ഈ സഹകരണ ബാങ്കുകളിലൊക്കെ നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കൈപ്പറ്റുമോ? അതൊരു നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ഒരു DCC ട്രഷറർക്ക് ഇത്ര വലിയൊരു തുകയൊക്കെ പിരിച്ചെടുക്കാൻ കഴിയുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീലിമ, തിരിച്ച് ആരാണ് പരാതിക്കാർ? എവിടെയാണ് പരാതിക്കാരുണ്ടോ? ഈ 1,18,00,000 എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ്. എവിടെയാണ് ഞങ്ങളുടെ പണം? 1,18,00,000 രൂപ മേടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, പേരുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ പണം നൽകിയതെല്ലാം വളരെ കൃത്യമായി DCCയുടെ ജില്ലാ നേതൃത്വത്തിന് പണം നൽകുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി പാർട്ടിയുടെ അടിയുറച്ച പ്രവർത്തകർ തന്നെയായിരിക്കുമല്ലോ. അവരുടെ ചില പേരുകളുണ്ട്: സിജോ ചാക്കോ, മേപ്പാടി, ഐബിൻ VC പൂമല, വിഷ്ണു KR, ജിതിൻ P. നീലിമ, ഇതെല്ലാം മാധ്യമ ഇങ്ങനെയുള്ള പേരുകൾ പുറത്തു വരുന്നുണ്ട്. 1,18,00,000 രൂപ ഇത്തരത്തിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് ഈ കോൺഗ്രസിന് ആഭിമുഖ്യമുള്ള കോൺഗ്രസിന്റെ ഭരണസമിതി നിലവിലുള്ള സർവീസ് സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് ഇത്ര വലിയ തുക പിരിക്കാൻ ഒരു DCC ട്രഷറർക്ക് സാധ്യമാകുമോ? ശ്രീമതി നീലിമ, പിരിക്കാൻ സാധ്യമാവില്ലെന്നേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പിരിച്ചിട്ടില്ലെന്ന് പറയാൻ. വസന്ത് പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഈ കത്ത് വ്യാജമാണ്, ഉടമ്പടി വ്യാജമാണ്. ഇനിയെങ്കിൽ ഈ DCC ട്രഷറും മകനും മരിച്ചത് കൂടി വ്യാജമാണെന്ന് പറഞ്ഞു വെക്കുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 1,18,00,000 രൂപ ഒരു DCC ട്രഷറർ പിരിച്ചെങ്കിൽ അത് ഒരാളിൽ നിന്നല്ലല്ലോ. ഇപ്പൊ നീലിമ അടക്കം പറഞ്ഞ വിവിധ പേരുകളുണ്ട്. അങ്ങനെയുള്ളവരിൽ ആരെങ്കിലും ഒരാൾ പരാതിയുമായി വരണ്ടേ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം പോയി എന്ന് പറഞ്ഞ് ഒരാൾ പോലും പരാതിക്കാരില്ല. ഇനി അല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് വസന്ത് ഉന്നയിച്ചിരിക്കുന്നത്.